ചേർത്തല പള്ളിപ്പുറം അമ്പിളി കൊലപാതക കേസിൽ ഭർത്താവിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. ജലഗതാഗത വകുപ്പ് ജീവനക്കാരനായിരുന്ന പ്രതി രാജേഷ് കുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത്. 2024 മെയ് 18 പള്ളിപ്പുറത്ത് നടു റോഡിൽ വച്ചാണ് അമ്പിളിയെ രാജേഷ് കുമാർ കുത്തിക്കൊന്നത്. രഘുനാഥ് നാരായണ രഘു, ഈ കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം ഈ കേസിന്റെ പശ്ചാത്തലവും. രഘു, ചേർത്തല പള്ളിപ്പുറം അമ്പിളി കൊലപാതക കേസിൽ ഭർത്താവിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജലഗതാഗത വകുപ്പ് ജീവനക്കാരനായിരുന്ന രാജേഷ് കുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത്. 2024 ഈ സംഭവം. 2024 മെയ് 18 പള്ളിപ്പുറത്ത് നട റോഡിൽ വെച്ചാണ് അമ്പിളിയെ രാജേഷ് കുമാർ കുത്തിക്കൊന്നത്. ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് 2024 മെയ് മാസം 18 തീയതിയാണ്. ഈ കേസിൽ മരണപ്പെട്ട അമ്പിളിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭർത്താവ് രാജേഷ് കുമാറാണ്. രാജേഷ് കുമാർ ജലഗതാഗത വകുപ്പിലെ ബോട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അമ്പിളി തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു. എന്നാൽ പിന്നീട് ഈ രാജേഷ് കുമാറിൻ്റെ സ്വഭാവത്തിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകുകയും അമ്പിളിയെ നിരന്തരമായി ഉപദ്രവിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൊലപ്പെടുത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അതിനു മുമ്പ് ഒരു മാസമായിട്ട് പ്രതി പ്രവർത്തിച്ചു വന്നിരുന്നത്. മുൻകൂട്ടി ജോലിക്ക് പോകാതെ ലീവ് എടുത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ അമ്പിളിയെയും അമ്പിളിയുടെ മകൾ രാജലക്ഷ്മിയെയും കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താനൊരു ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ട് അയലത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചതിന് ശേഷം ചേർത്തല പോലീസിൽ പരാതി കൊടുക്കുമായിരുന്നു. തുടർന്നാണ് വീട്ടുകാരെല്ലാം ഇടപെട്ട് ഇവരെ അമ്പിളിയുടെ കുടുംബ വീട്ടിലേക്ക് അമ്പിളിയെയും കുട്ടികളെയും മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ ദിവസം അവർ പള്ളിപ്പുറം ചേർത്തല റോഡിൽ പള്ളിപ്പുറം വില്ലേജ് ഓഫീസിൻ്റെ പരിസര കടകളിൽ കളക്ഷൻ നടത്തി വരവേ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ കുമാരിയുടെ കടയിൽ നിന്നും കളക്ഷൻ എടുത്ത് അവരുടെ സ്കൂട്ടറിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്തുടർന്നു വന്ന് മറ്റൊരു മോട്ടോർ ബൈക്കിൽ വന്ന ഭർത്താവ് രാജേഷ് കുമാർ ചവിട്ടി താഴെയിടുകയും റോഡിൽ ചവിട്ടി താഴെയിട്ട ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് നെഞ്ചത്തും പുറത്തും വയറ്റത്തുമൊക്കെ പലതവണ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയും ഈ സമയമൊക്കെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കളക്ഷൻ ബാഗ് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പിളി. പല പ്രാവശ്യം രാജേഷ് ആ ബാഗ് വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കുത്തേറ്റ സമയത്ത് പോലും അമ്പിളി അത് വിട്ടുകൊടുത്തില്ല. കാരണം അത് പല ആൾക്കാരുടെയും പണം ബാങ്കിൽ കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട പണമാണ്. എന്നാൽ വീണ്ടും കലി മൂത്ത് ഇദ്ദേഹം ആഴത്തിൽ കുത്തി ഏതാണ്ട് 19ഓളം കുത്തിയതിന് ശേഷമാണ് ഈ ബാഗ് കവർച്ച ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയും രക്തം അവിടെ വെച്ച് തന്നെ രക്തം ഏകദേശം പൂർണ്ണമായിട്ടും ഒലിക്കുകയും നഷ്ടപ്പെടുന്ന രക്തം പൂർണ്ണമായി വാർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും പെട്ടെന്ന് തന്നെ ചേർത്തല പോയി അവിടെ വെച്ച് അമ്പിളിയുടെ മരണം സ്ഥിരീകരിച്ചു. അന്ന് രാത്രി തന്നെ ഈ കിട്ടിയ പണവുമായി അദ്ദേഹം ഒരു ബാറിൽ മദ്യപിച്ചതിന് ശേഷം ബാറിൻ്റെ സമീപത്ത് വെച്ച് ചേർത്തല പോലീസ് ഇൻസ്പെക്ടർ പ്രൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അയാളെ അറസ്റ്റ് ചെയ്യുകയും അന്ന് തന്നെ അയാളെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പുകൾ നടത്തി കൃത്യമായി പോലീസ് എല്ലാ അന്വേഷണവും നടത്തി ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ച് കൃത്യസമയത്ത് കുറ്റപത്രം പ്രതിക്കെതിരെ കൊടുക്കുകയും പ്രതി പലതവണ ജാമ്യാപേക്ഷ വിചാരണ കോടതിയിൽ കൊടുത്തു, അനുവദിച്ചില്ല. ഹൈക്കോടതിയെ സമീപിച്ചു, അനുവദിച്ചില്ല. സുപ്രീം കോടതി അമ്പിളി കൊലക്കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അഭിഭാഷകർ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരികയാണ്.